ലോണ ഭീഷണിയെ തുടർന്ന് കാണാതായ വടകര സ്വദേശി വിഷ്ണുവിനെ പയ്യന്നൂരിൽ കണ്ടെത്തി. വർഷ ഗിരീഷ് കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. വർഷ, ഈ ബന്ധുക്കൾ നിലവിൽ എത്തിയിട്ടുണ്ടോ? വിഷ്ണുവിനടുത്ത് പോലീസ് എന്തൊക്കെ വിവരങ്ങൾ നൽകുന്നുണ്ട് ഇപ്പോൾ? ഉന്മേഷ്, എന്തായാലും വളരെ ആശ്വാസകരമായ വാർത്ത തന്നെയാണ് പുറത്തുവരുന്നത്. കാരണം കഴിഞ്ഞ 7 ദിവസമായി വിഷ്ണുവിന് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിരുന്നു. പല ഇടങ്ങളിലും പോലീസ് തിരച്ചിൽ നടത്തിയിരുന്നു. ഇപ്പോഴിതാ വിഷ്ണുവിനെ കണ്ടെത്തിയെന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലാണ് വിഷ്ണുവിനെ കണ്ടെത്തിയിട്ടുള്ളത്. കുടുംബം തന്നെയാണ് വിഷ്ണുവിനെ കണ്ടെത്തിയത് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. അതേസമയം വടകര പോലീസ് ഇന്നലെ മുതൽ ഈ മംഗലാപുരം, ബാംഗ്ലൂരു ഭാഗങ്ങളിലും എല്ലാം തിരച്ചിൽ ഊർജിതമാക്കിയിരുന്നു. കാരണം വിഷ്ണുവിന്റെ അവസാന ലൊക്കേഷൻ കണ്ടെത്തിയിരുന്നത് കാസർഗോഡ് ബേക്കലിലായിരുന്നു. ആ രീതിയിലായിരുന്നു പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്തായാലും ഈ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഭീഷണി ഭയന്ന് വിഷ്ണു മാറി നിന്നു എന്ന് വേണം നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ. കാരണം കുടുംബം സൂചിപ്പിച്ച പോലെ ലോൺ ആപ്പിൽ നിന്നും വിഷ്ണു ലോൺ എടുത്തിരുന്നു. ആ തുക തിരിച്ചടയ്ക്കാൻ പറ്റാത്തതോടെ വലിയ രീതിയിലുള്ള ഭീഷണി വിഷ്ണുവിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആരോപണം. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള കടബാധ്യത വിഷ്ണുവിന് ഉണ്ടായിരുന്നു എന്ന് പോലീസും കണ്ടെത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഭയന്നുകൊണ്ടായിരിക്കണം വിഷ്ണു മാറി നിന്നത് എന്നാണ് നിലവിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങളെല്ലാം ഇനി പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ നിന്ന് മാത്രമേ വ്യക്തമാകൂ. എന്തായാലും ഉടൻ തന്നെ ഈ വിഷ്ണുവിനെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കാൻ, വടകര സ്റ്റേഷനിലേക്ക് എത്തിക്കും. അതിനുശേഷമായിരിക്കും കൂടുതൽ വിവരങ്ങളെല്ലാം അറിയാൻ കഴിയുക. എന്തായാലും നിലവിൽ ഇപ്പോൾ കുടുംബത്തെ സംബന്ധിച്ച് ആശ്വാസകരമായ കാര്യമാണ്. വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലായിരുന്നു കുടുംബം എല്ലാം ഉണ്ടായിരുന്നത്. വിഷ്ണു എവിടെ പോയെന്നറിയാത്ത ഒരവസ്ഥയിലായിരുന്നു. ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അങ്ങനെ 7 ദിവസമായി ആ കുടുംബം വളരെ വലിയൊരു മാനസികാവസ്ഥയിലായിരുന്നു. എന്തായാലും വിഷ്ണുവിനെ കണ്ടെത്തിയതോടെ ആ കാര്യത്തിൽ വളരെ ആശ്വാസകരമായി. എന്നാലും എന്താണ് വിഷ്ണു ഇങ്ങനെ നാടുവിടാനുണ്ടായ സാഹചര്യം, എന്ത് ഭയന്നാണ് പോയത്, തുടർന്നുള്ള കാര്യങ്ങളെല്ലാം അറിയേണ്ടതുണ്ട് ഉന്മേഷ്. ഈ പരാതിക്ക് പിന്നാലെ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. ഈ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നുവല്ലോ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വിഷ്ണു നേരിട്ട് കുടുംബത്തെ ബന്ധപ്പെടുകയായിരുന്നുവെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. വർഷ, ഉന്മേഷ്, നിരന്തരമായി കുടുംബം വിഷ്ണുവിനെ ഫോളോ ചെയ്തിരുന്നു. അതായത് വിഷ്ണു ഫോൺ ഓൺ ചെയ്യുന്നുണ്ടോ, വിഷ്ണു വാട്സപ്പിൽ കയറുന്നുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഈ കുടുംബം നിരന്തരം തിരക്കിക്കൊണ്ടിരുന്നു. ഈ വിഷ്ണുവിന്റെ സഹോദരങ്ങളെല്ലാം ഇടയ്ക്കിടെ തന്നെ ഈ കാര്യങ്ങളെല്ലാം തിരക്കിയിട്ടുണ്ട്. ഇതിനെല്ലാം അടിസ്ഥാനത്തിലായിരിക്കും കുടുംബത്തിന് വിഷ്ണുവുമായി ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ടാവുക എന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പെട്ടെന്ന് പയ്യന്നൂർ സ്റ്റേഷനിൽ ഉണ്ടെന്നുള്ള വിവരം കുടുംബത്തിന് ലഭിച്ചത് എന്നുള്ളതാണ് നിലവിൽ കിട്ടിയ പ്രാഥമിക വിവരം. എന്തായാലും കുടുംബം തന്നെ കണ്ടെത്തിയിരിക്കുകയാണ് ഇപ്പോൾ വിഷ്ണുവിനെ എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. കാരണം കഴിഞ്ഞ 7 ദിവസമായിട്ടും അവർ വലിയ ഒരു ടെൻഷനിലായിരുന്നു, വലിയൊരു പ്രതിസന്ധിയിലായിരുന്നു. മകനെ കാണാനില്ലെന്നുള്ള പറഞ്ഞുകൊണ്ടുള്ള അമ്മയും അച്ഛനും എല്ലാം വളരെയധികം ടെൻഷനിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെല്ലാം നിരന്തരം വിഷ്ണുവിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ആയിരിക്കണം ഈ ഒരു വിഷ്ണുവുമായി ബന്ധപ്പെടാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടാവുക. കാണാതായ ദിവസം മുതൽ തന്നെ വിഷ്ണുവിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. വിഷ്ണു മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളോ ഒന്നും തന്നെ ഉപയോഗിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആർക്കും വിഷ്ണു എവിടെയെന്നുള്ള കാര്യം ലൊക്കേറ്റ് ചെയ്യാനും പറ്റിയിരുന്നില്ല. നിലവിൽ എന്തായാലും അത്തരമൊരു സാഹചര്യത്തിൽ നിന്നും വിഷ്ണു മാറി ചിന്തിച്ചിട്ടുണ്ടാകുമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം 7 ദിവസമായി വിഷ്ണു വീട്ടിൽ നിന്നും മാറി നിൽക്കുകയാണ്. അന്ന് വിഷ്ണു അയച്ച ആ സന്ദേശം, അതായത് അവസാനമായി സഹോദരങ്ങൾക്ക് അയച്ച സന്ദേശത്തിൽ അമ്മയോട് പറയണം, വിഷമിക്കരുത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിഷ്ണു അയച്ചിരുന്നു. ഒരുപക്ഷെ വീട്ടിലുള്ള സാഹചര്യങ്ങൾ, വീട്ടുകാരുടെ വിഷമങ്ങളെല്ലാം മനസ്സിലാക്കിയായിരിക്കണം വിഷ്ണു ആ ഒരു മാറി നിന്നിടത്തിൽ നിന്നും പുറത്തേക്ക് വന്നത് എന്ന് വേണം നിലവിൽ മനസ്സിലാക്കാൻ. ഉന്മേഷ്, വിഷ്ണുവിനെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കും. പോലീസ് വിഷ്ണുവിന്റെ വിശദമായ മൊഴി രേഖപ്പെടുത്തും. വിഷ്ണുവിന്റെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ ഇവരുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തും. നാട്ടിലും വിഷ്ണുവിന് കടങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വിഷ്ണു എന്തുകൊണ്ട് മാറി നിന്നു എന്നതിന്റെ യഥാർത്ഥ കാരണത്തിലേക്ക് പോലീസിന് എത്തേണ്ടതുണ്ട്. ഈ മൊഴിയെടുപ്പിലൂടെ അതിൽ വ്യക്തത വരികയും ചെയ്യും. വർഷ ഗിരീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.